പ്രമേഹമുള്ള യുവാവിനോ പ്രമേഹമുള്ള യുവതിക്കോ ഒരു കുഞ്ഞുണ്ടാകാമോ എന്ന് ചോദിച്ചു. ഞാൻ അതിനെ പൊതുവെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം പ്രമേഹമുള്ള അവസ്ഥയിൽ അണ്ഡമായാലും ബീജമായാലും അതും രോഗാതുരമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ പ്രമേഹത്തെ മാറ്റിയതിന് ശേഷം വേണം നമ്മളൊരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കാൻ. പ്രത്യേകിച്ച് യുവതി. അല്ലെങ്കിൽ ഈ കുഞ്ഞുണ്ടായാൽ തന്നെ 10 മാസം ഇത് ഗർഭം ധരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മളുടെ ബ്ലഡിലെ ഷുഗർ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് കുഞ്ഞിനെ സാരമായിട്ട് ബാധിക്കും. കുഞ്ഞിന്റെ പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ അത് ദോഷകരമായിട്ട് ബാധിക്കാം. അതുകൊണ്ട് കുഞ്ഞ് ജനിക്കുമ്പോൾ ചിലപ്പോൾ വെയിറ്റ് കൂടുതലുണ്ടാവാം, വെയിറ്റ് കുറവുണ്ടാവാം, ടൈപ്പ് 1 രോഗിയായിട്ട് തീരാം. അതുപോലെ മറ്റു തരത്തിൽ ഇമ്മ്യൂണിറ്റിയും പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടായിക്കൊള്ളുന്നില്ല കേട്ടോ, ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് അതുപോലുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ നാളെ നമുക്ക് കൂടുതൽ ദുഃഖത്തിന് കാരണമായി തീരും. രണ്ടാമത് മുലയൂട്ടുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയോ ഹൈപ്പർഗ്ലൈസീമിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കുഞ്ഞിനെ ദോഷമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ആവുന്നത്ര നമ്മൾ ഈ അവസരത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്ന കേസിലൊക്കെ ഞാൻ അവരെ ശരിയായ ഡയറ്റും ശരിയായ എക്സസൈസും പഠിപ്പിച്ച് 5 or 6 മാസം ഗുളികയും മരുന്നും ഇൻസുലിനൊന്നും ഇല്ലാതെ എത്തിയതിനു ശേഷം ആണ് ഞാൻ സാങ്ഷൻ കൊടുക്കാറ്. അങ്ങനെ വളരെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായ ധാരാളം പേരുണ്ട്, വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് നല്ല ഈസി ആയിട്ട് നമുക്ക് കുറയ്ക്കാവുന്ന രോഗമാണ്, പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞവർക്ക് ഈ പ്രമേഹം. അതുകൊണ്ട് അതിനുശേഷം വേണം നമ്മൾ ഇതിന് ഇറങ്ങിത്തിരിക്കാൻ. അതുപോലെ ഗർഭം ധരിച്ചതിന് ശേഷം പ്രമേഹമായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. ധാരാളം യുവതികൾക്ക് ഇന്ന് ഗർഭം ധരിച്ചതിന് ശേഷം പ്രമേഹം ഉണ്ടാവുന്നുണ്ട്. അവർ മരുന്ന് എടുത്തും ഗുളിക കഴിച്ചും ഇൻസുലിൻ കഴിച്ചാണ് മുമ്പോട്ട് പോണത്. നിങ്ങൾ അങ്ങനെയല്ല വേണ്ടത്. ശരിയായ ഡയറ്റിലൂടെയും ശരിയായ എക്സസൈസിലൂടെയും നിങ്ങൾ പരമാവധി ബ്ലഡിലെ ഷുഗറിനെ കുറച്ചിട്ട് ആകുന്നത്ര മരുന്ന് കഴിക്കാതെ മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. എങ്കിൽ ആ കുഞ്ഞ് കുറച്ചുകൂടി ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കും.